എന്ത്? ഒളിച്ചും പാത്തുള്ള ഈ സംഗീതാഭ്യാസം അല്ലാണ്ട് എന്താ? ഓ, എന്നായാലും അച്ഛനറിയും. കൊറേ തല്ലും, ഏറിയ 2 ദിവസം മിണ്ടാണ്ടിരിക്കും, അത്ര തന്നെ. എന്ത് നിസ്സാരമായിട്ടാ പറയണേ? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക. ശിവേട്ടൻ ഇത് എന്തിനുള്ള പുറപ്പാടാ? പഠിച്ച് പഠിച്ച് സംഗീതജ്ഞനാവുന്ന ഭാവം. എന്താ സംശയം? സംഗീതജ്ഞനാവുന്ന മാത്രമല്ല, നോക്കിയോ, നിന്റെ കല്യാണത്തിന് അസലൊരു കച്ചേരി ഉണ്ടാവും എന്റെ വക. എന്താ പോരെ? മതി മതി. ഏതായാലും തൽക്കാലം വിദ്വാന്റെ ഞാനും അച്ഛൻ അറിയണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. അമ്പല കമ്മിറ്റിക്കാരെല്ലാരും ഉണ്ടല്ലോ. ഇരിക്കുക. എന്താ പ്രത്യേകിച്ച്? ഞങ്ങൾ ഇന്നലെ ക്ഷേത്ര കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്തു. ആ സന്തോഷ വർത്താനം കുറുപ്പച്ചനെ ആദ്യമായി അറിയിച്ചുകൊണ്ട് തുടങ്ങാമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്താ കാര്യം? ഗോവിന്ദം ഭാഗവതരുടെ പേരിൽ അമ്പലപ്പറമ്പിൽ ഒരു സ്റ്റേജ് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ആദ്യമായിട്ടുള്ള സംരംഭമാവുമ്പോ ഏറ്റവും കേമനായിട്ടുള്ള ആളുടെ പേരിലായിരിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധം. അങ്ങനെ നോക്കുമ്പോ ഗോവിന്ദം ഭാഗവതരെ കഴിഞ്ഞൊരാള് ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തം. ഭാഗവതരുടെ കീർത്തനം കേട്ട് ഭഗവതിക്കാവിലെ ദേവിയുടെ മനസ്സുപോലും അലിഞ്ഞിട്ടുണ്ടെന്നാണല്ലോ കേൾവി. നാടിന്റെ ഐശ്വര്യം പോലും അതാണെന്ന് കൂട്ടിക്കും. നാടിന്റെ ഐശ്വര്യം അതായിരിക്കും. എന്നാൽ എന്റെ അങ്ങനെയല്ല. അച്ഛന്റെ സംഗീതഭ്രമം കൊണ്ട് മുടിഞ്ഞു പോയൊരു തറവാടായത്. ആ ഒഴിപ്പിനെ ആരും ചുമക്കണ്ട. അന്ന് കലാകാരന്മാർക്ക് വിലയില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതിക്കോ. ഇന്നിപ്പോ അങ്ങനല്ലല്ലോ. ഗോവിന്ദം ഭാഗവതരുടെ പേര് പുതിയ തലമുറയ്ക്കൊരു പ്രചോദനമായിക്കോട്ടെ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. തലമുറയും പ്രചോദനവും ഒക്കെ നിങ്ങളുടെ കാര്യം. എനിക്കതിലൊരു താല്പര്യമില്ല. ഇക്കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് പോരാനും നിൽക്കണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. ഗോവിന്ദം ഭാഗവതരുടെ നല്ല വശം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങേര് ചെയ്ത പാതകത്തിന്റെ വേദന അനുഭവിക്കുന്നവനാ ഞാൻ. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, ഇല്ലാച്ചാ പോവാം. എനിക്ക് അപ്പോഴേ അറിയാം അമ്മാവൻ സമ്മതിക്കില്ല എന്ന്. സ്വന്തം അച്ഛന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിൽ അമ്മാവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇത്ര നിർബന്ധം? മരിച്ചുപോയ കലാകാരന്മാർ ഇവിടെ എത്രയോ വേറെ കിടക്കുന്നു. കഥകളി ആശാൻ കൃഷ്ണ പൊതുവാൾ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ രംഗത്ത് വീണ് മരിച്ചയാളാ. ആശാന്റെ പേരിലായിക്കൂടെ സ്റ്റേജ്? ഹേയ്, ഗോവിന്ദം ഭാഗവതം പേരും പ്രശസ്തിയുള്ള ഒരു കലാകാരൻ ഈ നാട്ടിൽ വരെ ഉണ്ടായിട്ടില്ല. എന്ത് പേരും പ്രശസ്തിയും ദുർമരണമായിരുന്നില്ലേ? അങ്ങനെയുള്ളവരുടെ പേരിൽ സ്മാരകം പണിതാല് ദേവികവും ഉണ്ടാവും. അതെ, ഇപ്പൊ എന്ത് വേണമെന്ന വക്കീല് പറയണത്. ഏതായാലും സ്റ്റേജ് ആവശ്യമായ സ്ഥിതിക്ക് പണി അങ്ങോട്ട് തുടങ്ങുക. ആരുടെയും പേര് വേണ്ട. എന്നാൽ ഇതുപോലൊരു മനുഷ്യനെ വേറെ എങ്ങും കാണാൻ ബുദ്ധിമുട്ടാ. തറവാട്ട് മഹിമ കാണിക്കാൻ ഓരോരുത്തർ ഇവിടെ പണം മുടക്കി ഓടി നടക്കുക. വക്കീൽ സാറിന്റെ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇത്രയും കാലം അങ്ങയുടെ കൂട്ടത്തിൽ ജീവിച്ച ആ കൊച്ചുകുട്ടി അമ്മയ്ക്ക് അവാർഡ് കൊടുക്കണം. എന്തൊരു മോശയുടെ സ്വഭാവമാണ്. ആനയുടെ കൂടെ അല്ലേ സഹവാസം? മനുഷ്യ സ്വഭാവമൊക്കെ മാറിക്കാണും. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞായറാഴ്ച കമ്മിറ്റി വെച്ചിട്ടുണ്ട് വക്കീലെ, മറക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ കമ്മിറ്റിക്കാരോട് പറഞ്ഞേ? എന്താ ഇത്രയ്ക്കൊക്കെ പറയാൻ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. ചെന്ന് ചോദിക്കേ. എന്റെ അച്ഛന് കിട്ടേണ്ട സ്വത്താ അങ്ങനെ കൈയടക്കിയത്. അച്ഛൻ സത്യവിരോധം ഒന്നും കാണിച്ചിട്ടില്ല. ഏട്ടന്മാരെ പഠിപ്പിച്ച പോലെ നിങ്ങളെ പഠിപ്പിച്ച് വക്കീലാക്കിയതാരാ? മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം. ആ നന്ദിയുള്ളതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നന്ദി മാത്രമല്ല, അത് കൂടുതൽ ചിലതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. നീ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. മഹേന്ദ്രൻ വെറുതെ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാവും. എത്ര കാലം എന്ന് വെച്ചാൽ ഇതൊക്കെ സഹിക്ക. തൊട്ടേനും പിടിച്ചേനും ഒക്കെ അച്ഛനെ കുറ്റപ്പെടുത്തും. എന്നിട്ട് അച്ഛന്റെ മുന്നിൽ എത്തുമ്പോ സ്നേഹം നടിക്കും. അച്ഛനെ വളർത്തിയതും വൈദ്യം പഠിപ്പിച്ചതും മഹേന്ദ്രന്റെ മുത്തച്ഛനാ. വൈദ്യത്തിലെ മുത്തച്ഛനെ തോൽപ്പിച്ച അന്ന് തുടങ്ങിയതാ പള്ളിക്കാവുകാർക്ക് അച്ഛനോടുള്ള വിരോധം. പിന്നെ വളർച്ചയിലുള്ള അസൂയ ഉണ്ടെന്ന് കൂട്ടിക്കോ. അച്ഛൻ ചതിക്കായിരുന്നു, തറവാട് കൈവശമാക്കിന്നൊക്കെ എപ്പോഴും പറയും. മഹേന്ദ്രൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണല്ലോ. ആരെങ്കിലുമൊക്കെ എരുകയറ്റുന്നുണ്ടാവും. ഏതായാലും അച്ഛനോട് പറയാൻ നിൽക്കണ്ട. ഇത്തവണ ആനക്കോട്ടെ പോകുമ്പം ഒരു ദിവസം ഗുരുവായൂർ തങ്ങണം. അതെങ്ങനെയാ? അച്ഛന് ധൃതി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാണ്ടിരിക്കുക അതിന്റെ ഒരു ബുദ്ധി. സത്യത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തിലൊന്ന് പങ്കെടുക്കാൻ പറ്റുക ഭാഗ്യമില്ല, അത്ര തന്നെ. തിരുവാതിരക്ക് ഇനി എത്ര ദിവസം ഉണ്ടാവുന്നാണ്? ഒരാഴ്ചയുണ്ട്. കുട്ടികൾ കരക്കേടില്ലാണ്ട് കളിക്കണുണ്ടല്ലോ. എന്താ പേരന്മാര് ജനരഞ്ജനുള്ള കീർത്തന. അതവിടെ നടക്കട്ടെ, നീ വാ. ഞാനൊന്ന് കയറിട്ട് വരാം. തീർച്ചയായിട്ടും നടന്നോളൂ. നീ വെറുതെ പൊല്ലാപ്പനൊന്നും നിൽക്കണ്ട. അമ്മാവൻ അറിഞ്ഞാൽ ഇത് മതി. അല്ലെങ്കിൽ തന്നെ അവരെ പറ്റി വളരെ മോശമായ അഭിപ്രായം നാട്ടിലെ. അതൊന്നും സാരമില്ല, ഞാനിപ്പോ വന്നേക്കാം. അധികം വൈകിക്കണ്ട.
കേൾക്കണുണ്ടോ നീ? ഹിമാം ശ്രീരാജരാജേശ്വരി കൃപാകരി ശങ്കരി പാഹി മാം ശ്രീരാജരാജേശ്വരി കൃപാകരി ശങ്കരി പാഹി മാം ശ്രീരാജരാജേശ്വരി. राजेश्वरी कृपाकरि पाहि मां श्रीराजराजेश्वरी कृपाकरि शङ्करि पाहि मां श्रीराजराजेश्वरी. दाप पाम मरे रे सा नि सा रे ग म प सा रे ग म प द प म प ध प नि सा प नि सा रे ग म रे सा सा द प म रे सा रे ग म प प म रे सा द प म म रे रे सा नि सा रे ग म प सा रे ग म प द प म प ध प नि सा प नि सा रे ग म रे सा सा द प म रे सा रे ग म प कि मां श्री राजराजेश्वरी कृपाकरि शङ्करि पाहि मां श्री राजराजेश्वरी. बण्ड चण्ड मुण्ड कण्ड निमगिष भञ्जनि जनरञ्जनि निरञ्जनि पंडित श्री गुग दास पोषिणि सुभाषिणि रिपु भीषणि वर भूषणि पा पमरे सा धाप पाम मरे रे सा नि रे ग म प सा रे ग म प ध प म प ध प नि स प नि स रे ग म रे सा सा द प म रे स रे ग म प प म रे सा ध प म म रे रे सा नि स रे ग म प सा रे ग म प ध प म प ध प नि स प नि स रे ग म रे सा सा द प म रे स रे ग म प कि मां श्री राजराजेश्वरी कृपाकरि शङ्करि पाहि मां श्री राजराजेश्वरी कृपाकरि शङ्करि पाहि मां श्री राजराजेश्वरी. ഇന്നത്തേക്ക് ഇത് മതി. രണ്ടു മൂന്ന് ദിവസമായി ശിവനെ കണ്ടില്ലല്ലോ. അച്ഛന്റെ കണ്ണും തെറ്റിക്കിട്ടണ്ടേ. ഇപ്പതാ ഗുരുവായൂർക്ക് പോണെന്ന് ആനപ്പന്തിയില്. എനിക്കാണ് ഒരു താല്പര്യം തോന്നുന്നില്ല. അച്ഛന്റെ ഇഷ്ടം നോക്കണ്ടേ കുട്ടി? വലിയ വൈദ്യനാവേണ്ട ആളാ. അച്ഛനേക്കാൾ പേരെടുക്കണം. എനിക്ക് മുത്തച്ഛനെ പോലെ ആയാൽ മതി എന്ന മോഹം. നടക്കില്ലെന്നറിയാം. എന്നാലും നാട് മുഴുവൻ അറിയുന്ന ഒരു സംഗീതജ്ഞനാവണം. മതിയാവണം, പാടണം. അത്രേ ആശയുള്ളൂ. അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കേണ്ട കുട്ടി. ശിവൻ ഇവിടെ ഒന്ന് പഠിക്കണം എന്നെ എനിക്ക് പേടിയാ. പിന്നെ ഗോവിന്ദ ഭാഗവതരുടെ പേരക്കുട്ടി സംഗീതത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ എങ്ങനെ എതിർക്കാനാവും?
ചേച്ചിക്ക് ഓർമ്മയുണ്ടോ മുത്തച്ഛനെ കണ്ടതായിട്ട്? അതെങ്ങനെ? എപ്പോഴേ മരിച്ചുപോയ ആളല്ലേ. ഓർമ്മ വെച്ചപ്പോ മുതൽ കേട്ടിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ആരാധനയുണ്ടെന്ന് കുട്ടിക്കോ? സംഗീതം പഠിക്കാൻ ചേച്ചിയുടെ അച്ഛൻ എതിർപ്പില്ലാതെ തന്നെ ഭാഗ്യ. എനിക്ക് ഒന്നിനുള്ള ഭാഗ്യല്ല കുട്ടി. ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം ഒളിച്ചോടി പോന്നപ്പോഴേ തീർന്നില്ലേ ഭാഗ്യമൊക്കെ. പിന്നെ തറവാട്ടിലെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോ പപ്പേട്ടൻ മരിച്ചോടുകൂടി പൂർണ്ണമായി. തുളസിയെ ഓർക്കുമ്പോ അതുകൊണ്ടാ ജീവിക്കണ തന്നെ. ഈ ശാപം എന്നോടുകൂടി തീരട്ടെ. ഭർത്താവില്ലാത്ത സ്ത്രീ, അതും സംഗീതം പഠിച്ചവളായ പിന്നെ പറയണു. എന്തൊക്കെയാ നാട്ടുകാർ പറയണെന്നറിയോ കുട്ടിക്ക്? അതൊന്നും കാര്യാക്കണ്ട. കാര്യാക്കണില്ല, പറഞ്ഞെന്നേ ഉള്ളൂ. കേൾക്കുമ്പോ വിഷമമുണ്ട്, അത്ര തന്നെ. കണ്ണോത്തോലും മുടിച്ചവളെന്ന് അച്ഛൻ തന്നെ പറഞ്ഞില്ലേ? വിഷമിക്കാണ്ടിരിക്കുക. നാട്ടുകാരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഒക്കെ നേരെയൊന്ന് കരുതിയാ മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ മനസ്സിലാക്കാത്തത്? അച്ഛനെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോന്നതോ, അതോ നാട്ടുകാരുടെ അവഹേളനം കൊണ്ട് പൊറുതിമുട്ടിയിട്ടും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണതോ? ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. സാരല്ല കുട്ടി. ആരോടെങ്കിലും മനസ്സ് തുറന്ന് പറയുമ്പോ കുറച്ച് ആശ്വാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. ആ, നോക്കൂ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. പയ്യമ്പള്ളി ബാലിന് തളച്ചതിന്റെ ഗർവ് അച്ഛന് മതിട്ടോ, മോന് വേണ്ട. കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോ ജനാലിക്കരിയിൽ ഒരു മിന്നലാട്ടം പോലെ കണ്ടു. എന്തേ വന്നില്ല? പാടിക്കൊണ്ടിരിക്കുമ്പോ താളം തെറ്റണ്ടെന്ന് കരുതി. വലിയ സംഗീതജ്ഞനല്ലേ, അമ്മ ഇന്നലെയും പറഞ്ഞു. എന്ത്? ഇത്ര സിദ്ധിയുള്ള കുട്ടിയായിട്ടും അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം അതിനില്ലല്ലോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അത്ര സിദ്ധിയൊന്നുമില്ല, താളം തെറ്റാതെ ഒരുവിധം പാടും, അത്ര തന്നെ. എന്താ, ശരിയല്ലേ? ഇടയ്ക്ക് താളം തെറ്റാറുണ്ടെന്ന് പറയാന്നില്ലേ അമ്മയോട്? അധികം വൈകുമോ ആവോ? സന്ധ്യയ്ക്ക് മുമ്പിങ്ങെത്താം, അല്ലേടോ നേരെ? ഒരു ദിവസം നിൽക്കണമെന്നൊക്കെ ദേവസ്വംകാർ പറയും. അതൊന്നും നടക്കില്ല. പോണ്ടാന്ന് തന്നെ നിരീക്ഷിച്ചതാ. ഗുരുവായൂരായതുകൊണ്ട് മാത്രമാ പോണേ. അവനെവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീധര, അവനെവിടെ? അതെ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഞാനും കണ്ടതാ. പിന്നെ ഇതെവിടെ പോയി? ഒത്തു കളിക്കണ്ട. ഇവിടെ വായി നോക്കി നിപ്പുണ്ടാവും. എത്ര പറഞ്ഞാലും മനസ്സിലായെന്ന് വെച്ചാൽ ദേ വരുന്നുണ്ട്. എവിടെ ആയിരുന്നടാ? ഞാൻ വെറുതെ പുറത്തേക്കൊന്ന്. അടിച്ച് ഞാൻ ശരിപ്പെടുത്തും. മര്യാദയ്ക്ക് കിടന്നോണം കേട്ടോ. വാ, പിടിക്ക, നടക്ക. ഉം. 47 ആനയുണ്ട് ഇപ്പൊ കോട്ടയില്. ഒരു ദിവസം ഒന്ന് വരാൻ തോന്നി തന്നെ ഭാഗ്യാന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. വേറെ ആരെങ്കിലും ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് കണ്ടോ? അതുകൊണ്ടാ നിർബന്ധിക്കണേ. ശ്രീധരേട്ടാ, നമുക്ക് ഇന്നിവിടെ തങ്ങിയാലോ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ബാലമുരളികൃഷ്ണയെ പാടുന്നത്. ഒത്തിരി കാലമായിട്ടുള്ള ആഗ്രഹം. കച്ചേരി ഒന്ന് കേൾക്കണമെന്നുണ്ട്. എന്താ പറയണ ശിവ? അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ, വേറെ ചീത്ത കേൾക്കണ്ട. ശിവ, എന്താ അവിടെ വായി നോക്കിയിരിക്കണേ? ചുംബൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? മതപ്പാടാണ്, വലിയ ശല്യമായിരുന്നു. തളച്ചിരുന്നത് ഭാഗ്യം. വാതരോഗമുണ്ട് അല്ലേ നേരെ? ഞാനൊരു മരുന്ന് കൊടുത്തയക്കാം. ഓ, ഉരുട്ടിയാ മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അച്ഛാ, ആ, ഞാനും ശ്രീധരനും കൂടി ഇന്ന് ഗുരുവായൂരും തങ്ങിട്ട് പോന്നാലൊന്ന് ആലോചിക്ക. ഒന്ന് തൊഴുകയും ചെയ്യാം. അടിച്ചാൽ ശരിപ്പെടുത്തും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടാ മതി. കേട്ടോ നീ? ഓ, വാ. നീ എന്തേലും സ്കൂളിൽ പോവാഞ്ഞേ? ഇന്ന് സ്കൂളിൽ പോണില്ല. അതെന്താ പോളെ? ശ്രീധരനെ പോലെ ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? കളിയാക്കേണ്ട നീ. സർക്കാരിന്റെ ഖജനാവ് കാശില്ലാത്തോണ്ട് സ്കൂളുകളൊക്കെ നിർത്തി, അത് തന്നെ കാര്യം. ഇന്ന് കണ്ണന്റെ പിറന്നാളാ, അതുകൊണ്ടാ പോണ്ടെന്ന് പറഞ്ഞേ. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരു പുഷ്പാഞ്ജലി കഴിക്കുമായിരുന്നല്ലോ. അതെങ്ങനെ? വെളുത്തപ്പഴേ എണീറ്റ് പോയതല്ലേ? അപ്പൊ ഇന്ന് സദ്യ ഉണ്ടാവുന്ന ചുരുക്കം. കേമായിട്ടൊന്നുമില്ല, കുട്ടികളൊക്കെ ഇവിടെ വന്നുണ്ടോ. അച്ഛന് പായസം കൊടുത്തയക്കണം. നീ ഇവിടെ നിന്ന് കഴിച്ചാൽ മതി കേട്ടോ. എന്നാ പിന്നെ അധികം വൈകേണ്ട ദേവു, ഇലയിട്ടോളൂ. ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല വിശപ്പ്. വാമനെ വിചാരിക്കുന്നു. പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പണിക്കാരെ നിർത്തിയിട്ട് എങ്ങനാ വരിക? എന്താ കുട്ടിയത്? ചായയാണ് പെരുമേ. ചായ കുടിച്ചിട്ട് മുടുക്കാൻ ചേച്ചിയെ. ശരിയാ, ചായ കുടിച്ചിട്ടാകാം. ഇവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണ്ടേ കൊച്ചുകുട്ടി? വേണം. അവളുടെ പഠിപ്പ് ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നോക്കണം,
നമുക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാം. 2 പേരമ്മമാർക്കും കൂടെ ഒരു ചെറുക്കൻ മതി.